أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. آمين آمين. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഇന്നലെ ഇന്നലെ അബ്ദുല്ലാഹദ് മീറ്റിംഗിൽ ഉണ്ടായിരുന്നോ? ആ ഓക്കെ. പാരൻസിനോടുള്ള ബിഹേവിയർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം. പാരൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. യത്തീം എന്ന് കേട്ടിട്ടുണ്ടോ? യത്തീം കേട്ടവരാരൊക്കെയാ? നീ കേട്ടിട്ടുണ്ടോ സെൻഹ? എന്താ കേട്ടത്? യത്തീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പല്ലാത്ത കുട്ടികൾ. അപ്പോൾ ഉമ്മ ഇല്ലാത്തവരെയോ? എനിക്കറിയില്ല. അതറിയില്ല. എന്താണ് യത്തീം അബ്ദുല്ലഹദെ? ഇപ്പില്ലാത്ത കുട്ടികൾ. അപ്പോൾ ആരെങ്കിലും ഒരാളാണെങ്കിലോ? ഒരാളാണെങ്കിൽ ഇപ്പല്ലാത്ത കുട്ടി. ഉപ്പല്ലാത്ത കുട്ടി ഉമ്മ ഉണ്ട്, അപ്പോൾ യത്തീമാണോ? ആണ്. അപ്പോൾ ഉമ്മ ഉണ്ട്, ഉപ്പല്ല, അപ്പോൾ യത്തീമാണോ? ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ യത്തീമായി എന്നാണ് അബ്ദുല്ലഹദ് പറഞ്ഞത്. രണ്ടാൾ പോയാലോ യത്തീം? ഒരാളാണെങ്കിലോ? ഒരാൾ പോയാല് ഒരാൾ പോയാല് യത്തീം അല്ല. അല്ല. പകുതി യത്തീമാ? ഹാഫ് യത്തീമാ? ഹാഫ് അലിഫ് എന്ന് പറഞ്ഞാൽ ശരി. മിസ്കീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ്കീൻ സേറ അറിയില്ല. മിസ്കീന് പാവപ്പെട്ട ആൾക്കാർ. പാവപ്പെട്ട ആൾ എന്ന് പറഞ്ഞാൽ പൈസയൊന്നും ഇല്ലാത്ത കഷ്ടപ്പെടുന്ന ആൾക്കാർ. പേഴ്സണാലിറ്റി പാവമല്ല. ഒരാളുടെ പാവം പേഴ്സണാലിറ്റി എന്ന് പറയുന്നതല്ല, ഫിനാൻഷ്യലി ആണ് പാവപ്പെട്ട എന്ന് പറയുന്നത്. ശരിയാണോ? ആ. ഓക്കെ. ക്യാഷ് ഇല്ലാത്തവരെയാണ് മിസ്കീൻ എന്ന് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഫക്കീർ എന്ന് പറഞ്ഞാലോ? ഫക്കീർ ഫക്കീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹസന, ക്യാഷുള്ള ഒരു ഫക്കീർ അല്ല, തെറ്റാണ് ഉത്തരം. ഫക്കീർ എന്ന് പറഞ്ഞാൽ എന്താണ്? സീബ. Fakir means like really poor, no cash. നോ ക്യാഷ്. നിന്റെ പേരെന്തായിരുന്നു? അസീമിന്റെ സിസ്റ്റർ പേരെന്താ? അഷ്മലോ? അസ്മിൻ. അഷ്മിൻ. അസ്മിൻ. അസ്മിൻ. അസ്മിന് എന്താ പറയാനുള്ളത്? ഫക്കീർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൈസ ഇല്ലാത്ത. പൈസ ഇല്ലാത്തവരാണ് ഫക്കീർ. അപ്പോൾ 3 വാക്കുകളാണ് പറഞ്ഞത്: യത്തീം, മിസ്കീൻ, ഫക്കീർ അല്ലേ? ഓക്കെ. യത്തീം എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും അല്ലേ? യത്തീം അറിയാത്ത ആരുമില്ല. ആതിഫെ, യത്തീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപ്പയും ഉമ്മയും ഇല്ലാത്തത്. അപ്പോൾ ഉമ്മ ഇല്ലാതെ ഉപ്പ ഉണ്ടെങ്കിലോ? അറിയില്ല. ഒരു കുട്ടിക്ക് ഉമ്മി ഉപ്പിയുണ്ട്. രണ്ടുപേരും സ്പൈനൽ ഇഞ്ചേർഡ് ആയിട്ട്, അതായത് നട്ടെല്ല് പൊട്ടിയിട്ട് കിടപ്പിലാണ്. അവർക്ക് ഒരിക്കലും എണീറ്റ് നടക്കാൻ പോലും കഴിയില്ല. അവർക്ക് തന്നെ വായിൽ ഫുഡ് വെച്ച് കൊടുക്കണം, ഉമ്മക്കും ഉപ്പക്കും. ആ കുട്ടി യത്തീമാണോ അല്ലേ? അല്ല.
കാരണം കാരണം ഉപ്പയമ്മ മരിച്ചിട്ടില്ലല്ലോ. ഓക്കെ, ജൗഹറിന്റെ ഉപ്പയും മരിച്ചെന്ന് വിചാരിച്ചോ? ആ അങ്ങനെയൊക്കെ വിചാരിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, എൻ്റെ ഉപ്പയും മരിച്ചെന്ന് വിചാരിച്ചു. ഓക്കെ, ആ ജൗഹറിന്റെ ഉപ്പയും മരിച്ച ഉടനെ ജൗഹറിന്റെ ഉമ്മയുടെ സിബ്ലിങ്സ് ഇല്ലേ, കാക്ക, ഇത്താത്ത, അവരെല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് കൂടി. ജൗഹറിന്റെ ഉപ്പൻ്റെ റിലേറ്റീവ്സ് ഒക്കെ ഒരു മീറ്റിംഗ് കൂടി. എന്നിട്ട് അവരൊക്കെ ഓരോ തീരുമാനം എടുത്ത്, കുട്ടിയെ എന്നെ വീട്ടിൽ വളർത്തണം, അവനക്ക് പ്രോപ്പർട്ടി സ്വത്തിൽ ഇത്ര പോർഷൻ കൊടുക്കണം, അവൻ്റെ A to Z ചിലവ്, അവൻ്റെ സ്കൂൾ ഫീസ് ഒരാൾ, അങ്ങനെ എല്ലാം ഏറ്റെടുത്ത് എല്ലാം ചെയ്തു. ഓക്കെ ഓക്കെ, ജൗഹർ യത്തീമല്ലേ? ആ ഓക്കെ, ഇനി നമ്മുടെ അബ്ദുല്ലഹദ് യത്തീമായെന്ന് വിചാരിച്ചാ ആ അബ്ദുല്ലഹദിന്റെ ഉമ്മക്കും ഉപ്പക്കും ഒന്നും ജ്യേഷ്ഠന്മാരും അനിയന്മാരും ഇല്ല. ആകെയുള്ള വകയിൽ ഒരാളാണ്. അയാളാവട്ടെ അയാൾ അങ്ങോട്ട് എന്തെങ്കിലും സഹായിക്കണം. അങ്ങനെ അവസ്ഥയിലാണ് ഉള്ളത്. ഇതിൽ ആരാണ് ശരിക്കുള്ള യത്തീം? ജൗഹറാണോ അബ്ദുല്ലഹദാണോ? ആരാണ്? എന്താ കാരണം? തന്നെ ആരും സഹായിക്കാനില്ല. ആ, അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു കുട്ടി യത്തീമാണ് എന്ന് കരുതി നമ്മൾ അവന് ഹെൽപ്പ് ചെയ്യണം എന്നല്ല, അവൻ യത്തീമാണോ എന്ന് അന്വേഷിക്കണം. മനസ്സിലായില്ല? മനസ്സിലാവാത്തവർ കൈപൊക്ക്, മനസ്സിലായവർ മനസ്സിലായി എന്ന് പറ. ആർക്കൊക്കെ മനസ്സിലായത്? ഹസന് മനസ്സിലായി. എന്താ മനസ്സിലായത്? ഉമ്മയില്ലെങ്കിൽ മറ്റൊരാളെ സഹായിക്കാനും ഇല്ലെങ്കിൽ അവരാണ് നമ്മൾ റിയൽ ആയിട്ട് യത്തീം. അവരെയാണ് നമ്മൾ ശരിക്ക് യത്തീമായിട്ട് കൺസിഡർ ചെയ്യുകയും അവരെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു ലക്ഷറി ഫാമിലിയിലെ ഒരു കുട്ടി യത്തീമായി, അവനാവട്ടെ ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട്. നമ്മളപ്പോൾ നമ്മളുടെ ഒരു 100 രൂപ യത്തീം ഫണ്ട് കൊണ്ടുപോയി കൊടുക്കേണ്ട കാര്യമുണ്ട് ആ കുട്ടിക്ക്? ആവശ്യമില്ലല്ലോ. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ യത്തീം എന്നത് ഒരു കൺസെപ്റ്റാണ്. ആരുമില്ലാത്ത, മാതാപിതാക്കളില്ലാത്ത ഒരു കുട്ടി. ഓക്കെ, മാതാപിതാക്കളില്ലാത്തത് കൊണ്ട് മാത്രമായില്ല യത്തീമാണ്, ബട്ട് അവന് ഹെൽപ്പ് ചെയ്യേണ്ടതില്ല. ഇനി ആരാണ് ഫക്കീർ? ഫക്കീർ ആരാണ്? ഫക്കീറൊക്കെ കൈപൊക്കെ, ഇതിലുള്ള ഫക്കീറായ ആൾക്കാരൊക്കെ ആരുമില്ലേ? നീ ഫക്കീറ ഹസനെ? അല്ല 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 അല്ല. ആണോ? നിനക്ക് വേണ്ടി പിരിവിടണോ? നിനക്ക് ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടി ഇവിടെ പിരിവിടണോ എല്ലാവരും കൂടെ? ഫക്കീർ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ, മലയാളത്തിൽ പറയും. പോവർട്ടി കേട്ടിട്ടുണ്ടോ? ദാരിദ്ര്യം, വെരി പോർ പേഴ്സൺ അല്ലേ? കേട്ടിട്ടുണ്ടോ? ആ. കേട്ടിട്ടോ? ആ. ഉം. ദാരിദ്ര്യ രേഖ എന്നൊരു രേഖ കേട്ടിട്ടുണ്ടോ? കയ്യിൽ രേഖ ഉണ്ടോ? ഇതിനെ രേഖ എന്ന് പറയാം, ലൈന് അല്ലേ? പണ്ടാരോ തമാശക്ക് പറഞ്ഞതാണ്, ശരിയാണോ എന്ന് എനിക്കറിയില്ല. വലത്തെ കയ്യിൽ 18 എന്ന് കാണാം അറബിയിൽ, 18 കണ്ട, 1 ഇങ്ങനെ, ഇത് 8, ഇവിടെ 81 ഉണ്ട്. നിങ്ങൾ കണ്ടോ? 81 രണ്ട് വരെ കാണാം. അപ്പോൾ 81 + 18 99. അള്ളാഹുവിന് അസ്മാഉൽ ഹസ്ന 99 പേരുകളാണ്. മനസ്സിലായില്ലേ? അതൊക്കെ ഉള്ളതാണോന്ന് അറിയില്ല, പക്ഷെ അത് മനസ്സിലാക്കാൻ നല്ലതാ. ഇവിടെ 18, ഇവിടെ 81, അപ്പം 99 പ്ലസ് ചെയ്താൽ. ഓക്കെ, അപ്പോൾ ദാരിദ്ര്യരേഖ എന്ന് പറഞ്ഞ രേഖ ഉണ്ട്. റേഷൻ കടയിൽ പോയി സാധനം മേടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ നാട്ടിൽ? ഉണ്ടോ? അപ്പോൾ നിങ്ങളുടെ കാർഡ് ദാരിദ്ര്യ രേഖയ്ക്ക് BPL APL എന്ന് പറയും. VIP കാർഡുകളുണ്ട്, ലോ കാർഡുള്ളവർക്ക് കൂടുതൽ അരിയൊക്കെ കിട്ടും. അപ്പോൾ അതിനൊരു ദാരിദ്ര്യ രേഖ, ഒരു ക്രൈറ്റീരിയ വെച്ചതാണ്. ഓക്കെ, എന്താ അതുല്ലാതെ പറയുന്നത്? അല്ല, ഞാൻ പോവാറുണ്ട്. നീ പോകാറുണ്ട്. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് ആ കാർഡിൽ വ്യത്യാസമുണ്ട്. ആ കാർഡ് തന്നെ കണ്ടാൽ അവർ അറിയാൻ പറ്റും, കൂടുതൽ അരി കിട്ടും പാവപ്പെട്ട ആളുകൾ. ഓക്കെ, ഇനി മിസ്കീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ്കീൻ, മിസ്കീൻ. തീരെ പൈസ ഇല്ല. അപ്പോൾ ഫക്കീറോ? പാവപ്പെട്ടവര്. എല്ലാം പാവപ്പെട്ട. ഫക്കീറും മിസ്കീനും സെയിമാ? ചക്കയും മാങ്ങയും ഒന്നാന്നാണ് പറയുന്നത്. മാങ്ങ എന്താ ചക്ക എന്താന്ന് അറിയില്ല. ചക്ക എന്താ വയ്ക്കുമ്പോൾ മാങ്ങ എന്താ വയ്ക്കുമ്പോൾ ചക്ക, അങ്ങനെയാണ് പറയുന്നത്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഫക്കീറിനെ പോലെ തന്നെ കിറുന്ന പോലെ തന്നെ ഒരു ഫ്രൂട്ട്, ഇപ്പം ചക്കനെ പോലത്തെ ഒരു ഫ്രൂട്ടാണ് മാങ്ങ എന്ന് പറഞ്ഞാൽ അല്ലേ? ചക്ക എന്താണ് മാങ്ങ എന്താണെന്ന് മനസ്സിലാവില്ല. ഓക്കെ, പറയാം. ഗതിയില്ലാത്തവർ, അതാണ് മിസ്കീന്. ഒരു ഗതിയില്ലാത്ത ആൾക്കാർ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നിങ്ങളെ രണ്ട് കൈയും ഇവിടെ നിന്ന് അങ്ങോട്ട് കട്ടായി എന്ന് വിചാരിച്ചു. രണ്ട് കൈയും കട്ടായി, രണ്ട് കാലും കട്ടായി. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഗതി ഉണ്ടോ? തിന്നാൻ പറ്റുമോ? തിന്നാൻ വരെ വേറെ ആൾ വായിൽ വെച്ച് തരണം. അല്ലെ ഇങ്ങനെ നായൊക്കെ തിന്നുന്നവര് പ്ലേറ്റിൽ തലയിട്ട് തിന്നേണ്ടി വരും, അല്ലേ? അതൊരു ഗതികേടാണ്, ഒരാളുടെ ഗതികേടാണ്. അപ്പോൾ അതുപോലെ ചില മനുഷ്യന്മാർക്ക് ഇപ്പോൾ വലിയ സർജറി ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ബാക്ക് ബോൺ, സ്പൈനൽ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാവാം. കിഡ്നി പോയി, രണ്ട് കിഡ്നിയും പോയി, എങ്ങനെയോ ജീവിക്കുകയാണ്, നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്, രണ്ടടി നടക്കുമ്പോഴത്തേക്ക് തല കറങ്ങി വീഴുക. ഇത് ഗതിയില്ലാത്ത ആളാണ്. അങ്ങനെ ആവണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആപ്പിൾ കമ്പനിയുടെ ഓണർ ആരാണ് ഫൗണ്ടർ ചെയർപേഴ്സൺ? ആപ്പിൾ കമ്പനി, മൈക്രോസോഫ്റ്റ്, സ്റ്റീവ് ജോബ്സ് അല്ലേ? ആരും ഇല്ലേ? എടാ ആത്തിഫെ. സ്റ്റീവ് ജോബ്സ് മരിച്ചോ? ഇപ്പൊ ടിം കുക്കാണ്. അല്ല, മരിച്ച ആളെ പറഞ്ഞു, ആ ഫൗണ്ടർ. സ്റ്റീവ് ജോബ്സിന്റെ ലാസ്റ്റ് ആശുപത്രിയിൽ കിടക്കുമ്പോഴുള്ള സ്റ്റോറി ഉണ്ട്, അതൊന്ന് പറഞ്ഞ ആത്തിഫെ. ഗൂഗിൾ ചെയ്ത് നോക്ക്, എന്നിട്ട് വായിക്കത്. ആർക്കെങ്കിലും അറിയോ? ഈ ആപ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡഡ് ആയിട്ടുള്ള വേൾഡിലെ ഐഫോണൊക്കെ ഇറക്കിയ ഇതിൻ്റെയൊക്കെ ബ്രാൻഡ് ഫൗണ്ടിങ് ചെയർപേഴ്സൺ, അത് ഉണ്ടാക്കിയ മെയിൻ ആള്, എനിക്ക് തോന്നുന്നു 56th ഏജിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്, 56ാമത്തെ വയസ്സിൽ. അപ്പോൾ അദ്ദേഹം മരിക്കുന്നതിൻ്റെ മുമ്പ് അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ അറിയില്ലേ? മരുന്നില്ലാത്ത അസുഖമായിരുന്നു. മരുന്നില്ലാത്ത അസുഖം കൊണ്ട് മരണപ്പെടുമായിരുന്നു. എന്താണ് ഹസന് പറയാനുള്ളത്? പൈസക്കാരൻ. എടാ പൈസക്കാരല്ലാതെ നല്ല പൈസ ഉള്ള മനുഷ്യല്ലേ? എടാ ആപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ചേ? ഐഫോൺ എന്ന് പറഞ്ഞാൽ ആ ബില്യണയറാ. ഇത്രയും വലിയ പണം പൈസ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ബോഡിയിൽ ഒരു വേദന സഹിക്കാൻ നമുക്ക് കൂലിയെടുത്ത് ആളാക്കാൻ പറ്റുമോ? ക്യാഷ് കൊടുത്തിട്ട് ആളെ ഏൽപ്പിക്കാൻ പറ്റുമോ? നമ്മുടെ ക്യാൻസറിൻ്റെ വേദന സഹിക്കാൻ. നമുക്ക് പല്ലുവേദന വന്ന് ഒരാളെ ഒരു 1000 റുപ്പീസ് കൊടുത്തിട്ട് ഒരാളോട് വേദന സഹിക്കാൻ പോകാന്ന് പറഞ്ഞാൽ അയാൾക്ക് സഹിക്കാൻ കഴിയും, നമ്മൾ തന്നെ സഹിക്കണ്ടേ? മരിക്കാനായി, മരണം ഡോക്ടർ എഴുതി, നാളെ നീ മരിക്കും, യു ആർ ഡെഡ്, എൻ്റെ എല്ലാം കഴിഞ്ഞ് ഹാർട്ട് ബീറ്റ് ഒക്കെ ലാസ്റ്റാണ്, ഇന്ന് നൈറ്റ് അല്ലേ നാളെ രാവിലെ നീ മരിക്കും, ഡോക്ടർ ഫൈനലി ഒപ്പിട്ടതാ എന്ന് പറഞ്ഞു. അങ്ങനെ വിചാരിച്ചോളൂ, എന്തെങ്കിലും വഴിയുണ്ടോ? ഈ ലോകത്തെ മുഴുവൻ ഗോൾഡും ഒക്കെ കൊണ്ടുകൊടുത്താലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? ഇല്ല. ആ ലാസ്റ്റുള്ള സ്റ്റോറി അറിയോ? കിട്ടിയോ? പാൻക്രിയാറ്റിക് ക്യാൻസർ ഉണ്ടായത്. പക്ഷെ ക്യാൻസർ ആയിട്ട് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എഴുതിയ നോട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ലെറ്റർ. ഈ വേൾഡിനോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അദ്ദേഹം ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണോ ആശുപത്രിയിൽ കടന്ന് ലാസ്റ്റ് ICUയിൽ കടന്ന് എഴുതുന്നൊരു ലെറ്റർ ഉണ്ടായിരുന്നു. വളരെ ഫേമസ് ആയിരുന്നു ആ ലെറ്റർ. ആർക്കെങ്കിലും കിട്ടിയോ? ഗൂഗിൾ ചെയ്താൽ കിട്ടേണ്ടതാണ്. ചിലപ്പോൾ ChatGPT ചോദിച്ചാൽ മതിയാവോ ലാസ്റ്റ് വേർഡ്സ് സ്റ്റീവ് ജോബ്സിൻ്റെ. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അതേ കുറേ പോയിന്റ്സ് അതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. എന്താ പറയുന്നത്? നമുക്ക് വേണമെങ്കിൽ ഒരു കാറ് വാങ്ങിയിട്ട്, ലക്ഷറി കാറ് വാങ്ങിയിട്ട് അതിന് ഡ്രൈവറെ വെക്കാം. പക്ഷേ നമുക്ക് ഒരു അസുഖം വന്ന് വേദന വന്നാൽ അത് സഹിക്കാൻ വേറെ ആരും കിട്ടൂല എന്ന്, അങ്ങനെ ഓരോ പോയിന്റ് ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് പറയുന്നുണ്ട് അതിൽ. അപ്പോൾ ലൈഫ് എന്ത് ചെയ്യുക? ജീവിതം ഒന്നേ ഉള്ളൂ, അതെന്ത് ചെയ്യരുത്? നശിപ്പിക്കരുത് എന്നുള്ള ഒരു കാര്യം അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി ഫക്കീറായിട്ടുള്ള മനുഷ്യന്മാർ, പിന്നെ മിസ്കീനായിട്ടുള്ളവർ, യത്തീമായിട്ടുള്ള ആളുകൾ, ഇങ്ങനെ 3 കാറ്റഗറി ഉണ്ട് മനുഷ്യന്മാർ. അപ്പം നമ്മളേതാ? ഇതിലുള്ള ഫക്കീർ ആരെങ്കിലും ഉണ്ടോ? ഫക്കീർ ഉണ്ടോ? ആരുമില്ല. മിസ്കീൻ ഉണ്ടോ? ഇല്ല. യത്തീമുണ്ടോ? യത്തീമുണ്ടോ? കൈപൊക്ക്. പാരൻസ് ഉണ്ടോ? യത്തീമാ? ഉമ്മയോ ഉപ്പയോ ആരെങ്കിലും ഒരാൾ മരിക്കണം. ഉപ്പയെ മരിച്ചു. ഉപ്പക്ക് എന്ത് പറ്റി? ഉപ്പക്ക് ഹാർട്ട് അറ്റാക്ക്. നിന്റെ എത്രാമത്തെ വയസ്സിലാ? 9. നിന്റെ 9. നീ കണ്ടിട്ടുണ്ടോ? ഓ ഉപ്പനെ കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ
പക്ഷെ ഉമ്മയും ഉപ്പ ഇല്ലാതെ ആവുമ്പല്ലേ എത്തീമാവുക? ഉപ്പ മാത്രം ഇല്ലാതാവുമ്പോ എത്തീമാവോ? നീ പറ. അറിയില്ല. ഓക്കെ. അപ്പോൾ അത് യത്തീം. അബ്ദുല്ലാഹിദ് മതി, ഇങ്ങോട്ട് പോര്. അത് നമുക്ക് പിന്നെ നോക്കാം. ഞാനത് ചെക്ക് ചെയ്തിട്ട് ഞാൻ പിന്നെ പറഞ്ഞു ലാസ്റ്റ്. അത് നല്ല രസമാണ്, ആ എഴുത്തന്നെ രസമാണ്. അടിച്ചു നോക്കുമ്പോ വേറെ എന്തൊക്കെയാ കിട്ടും. ആ സ്റ്റീവ് ജോബ്സിന്റെ ലാസ്റ്റ് ലെറ്റർ അദ്ദേഹം മരണക്കിടക്ക അങ്ങനെ പറയുന്നുണ്ട്. നല്ല രസകരമായിട്ട് ആ എഴുത്ത്. ഞാനിപ്പോൾ എഴുതുന്നത് ആശുപത്രിയിലെ എന്താ നീല ലൈറ്റുകൾ മിന്നിക്കൊണ്ടിരിക്കുന്ന ആ ആ ഒരു ഫൈനൽ ടൈമിൽ എഴുതുന്ന എഴുത്താണത്. അപ്പോൾ അത്രയും കോടീശ്വരനായ മനുഷ്യൻ. അതുപോലെ അലിബനത്ത്, നിങ്ങൾ അലിബനാത്ത് എന്ന് പറഞ്ഞ ഒരു പിന്നെ ഒരു എ പേഴ്സൺ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഒരുപാട് വലിയ കോടീശ്വരനായിരുന്നു. ഇത്രയാ ലക്ഷറി ലൈഫിൽ ഇത്രയും കാറുകളും അദ്ദേഹത്തിൻ്റെ വാച്ചുകൾ തന്നെ എത്രയോ ഡോളറുകൾ ഉണ്ടായിരുന്നു ഓരോ കളക്ഷന്, ഷൂവിൻ്റെ കളക്ഷൻസ്, ഇതൊക്കെ ഉള്ള വലിയ അലിബനാത്ത്. ഈ അടുത്ത കാലത്ത് തന്നെയാണ്. അപ്പോൾ അവരൊക്കെ മരിക്കുന്ന സമയത്ത് ക്യാൻസർ വന്നിട്ട് ഡോക്ടർ എഴുതുക ചെയ്യും, എന്നെ ഇത്ര ഡേറ്റിൻ്റെ ഉള്ളിൽ ഈ ലോകം വിട്ട് പോകണം. അങ്ങനെ അവർ പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അവർ കുറേ ചാരിറ്റി ചെയ്തിട്ടുണ്ട്, ഒരുപാട് വേൾഡ് വൈഡ് ആയിട്ട് ഒരുപാട് ചാരിറ്റി ക്യാഷൊക്കെ ചിലവാക്കിയിട്ടാണ് മരണപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ആണ് യതീം, മിസ്കീൻ, ഫക്കീറിനെ ഹെൽപ്പ് ചെയ്യൽ. ഹലോ, കേട്ടോ? മനസ്സിലായോ? ആ പറയൂ, എന്താ ഐസ? യതീം. എന്താണ് യതീം. യതീം? എന്താണ് യതീം എന്ന് പറഞ്ഞത്? യതീമിനെ ഹെൽപ്പ് ചെയ്യാനേക്കും പഠിച്ചാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ആ ഓക്കെ. യതീമിന്, പിന്നെ അതുപോലെ ഫക്കീറിനെ, മിസ്കീനെ. ഓക്കെ. തആമിൽ മിസ്കീൻ, ഗതിയില്ലാത്ത ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. നിങ്ങൾ ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു ചാലഞ്ചിന് നിങ്ങൾ ആരും റെഡി ഉണ്ടോ? ഒരാൾക്ക് ഭക്ഷണം കൊടുക്കണം, നിങ്ങൾ റെഡിയാണോ? ഈ ഇയറിൽ 2025 നീ കൊടുത്തിട്ടുണ്ടോ ജൗഹറെ? ആ ഉസ്താദ്. ആർക്ക്? എന്റെ ഒരു ഫാമിലിക്ക്. എടാ, ഫാമിലിയിലൊക്കെ അങ്ങനെ ഫുഡ് കൊടുക്കാൻ നമ്മൾ ഇത്ര ആൾക്ക് ഫ്രണ്ട്സിനൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അതല്ല, അതിപ്പോൾ നമ്മൾ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുമിച്ച് ടൂർ പോകുമ്പോൾ വഴിയിൽ വെച്ച് ഒരുത്തന്നെ ചായ വാങ്ങിക്കൊടുക്കുന്നു, ബിരിയാണി വാങ്ങിക്കൊടുക്കുന്നു, അതല്ല പറഞ്ഞത്. നീഡി പേഴ്സണ്, ഏറ്റവും ആവശ്യമുള്ള ഒരാൾക്കാണ് ഭക്ഷണം കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഞാനൊരു കഥ പറയാം, കൈതാത്ത് ഒരു കഥ പറയാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ടോ? ഒന്നാം ഖലീഫ ആരായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലേ? അല്ലേ? ആ, രണ്ടാം ഖലീഫ ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഒരു പണി ഉണ്ടായിരുന്നു. പിന്നെ ഒരു പണി, രാത്രി ഇങ്ങനെ വേഷം മാറി പോവായിരുന്നു. മനസ്സിലായോ? മഫ്തി പോലീസ് കേട്ടോ നിങ്ങൾ? പോലീസുകാർ പോലീസ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് സാധാരണ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങാടി കൂടെ ഒക്കെ ഇങ്ങനെ നടക്കും. എന്തിനാടാ അബ്ദുല്ലാഹദെ? വിശ്വാസം ഏ പോലീസുകാരെന്താ അപ്പൊ ക്ലാസ്സിലില്ല അല്ലേ? ഇല്ല, ഏ മറന്നതാ പെട്ടെന്ന് പറഞ്ഞപ്പോ. അപ്പൊ പെട്ടെന്ന് ശ്രദ്ധിക്കണം, ക്ലാസ് ശ്രദ്ധിക്കും. നിങ്ങൾ വേറെ എവിടെയും പോയല്ലേ? അതായത് പോലീസിന്റെ ഡ്രസ്സൊക്കെ മാറ്റി പോലീസ് ഒരു സാധാ ഡ്രസ്സ് ഇട്ടിട്ട് സാധാരണ നാട്ടുകാരെ പോലെ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ ടൗണിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കും. അതെന്തിനാ അങ്ങനെ നടക്കുന്നത്? ആ, എനിക്കൊരു CID ബുദ്ധി ഇല്ല അല്ലേ ഫുആദ്? എന്താണ്? കള്ളന്മാരെ ആ, കള്ളന്മാരെ പിടിക്കൽ ഈസിയാണ്. പോലീസ് വരുമ്പോഴല്ലേ ഓടുക. ഇപ്പം പണ്ടൊക്കെ, ഇപ്പോൾ AI ക്യാമറ വന്ന്, പണ്ടൊക്കെ ഹെൽമെറ്റ് വെക്കുന്നത്, ഹെൽമെറ്റ് ഇല്ലാതെ ആൾക്കാർ പോലീസ് വണ്ടി കണ്ടാൽ എടാ പോലീസ് വണ്ടി ഉണ്ട് ലൈറ്റ് ഇട്ട് കാണിച്ചിട്ട് രക്ഷപ്പെടും. ഇപ്പോൾ ഹെൽമെറ്റ് വെക്കാതെ പോലീസല്ല പിടിക്കുന്നത്, AI ക്യാമറയാണ്. നാട്ടിലിപ്പോൾ AI ക്യാമറയാണ് അല്ലേ? ഓക്കെ. അതായത് ഇതുപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു രാത്രി ഇങ്ങനെ വേഷം മാറി പോകാറുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഈ ശീലം ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു രാത്രി ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഒരു ഷോളൊക്കെ ഇട്ടിട്ട്, തലയിൽ കൂടെ ഒക്കെ ഒരു ഷോളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കണ്ണ് മാത്രമാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ രാത്രി ഇങ്ങനെ നടക്കും. ആളുകൾ അങ്ങാടി കൂടെ ഒക്കെ നടക്കും, വീടിൻ്റെ സൈഡിലൂടെ ഒക്കെ നടക്കും. അപ്പം അതെന്തിനാ അങ്ങനെ നടക്കുന്നത്? ഹലോ, ആ ഹസൻ,
ആൾക്കാർ കഷ്ടപ്പാടിലാണ്. ആ ആളുകൾ കഷ്ടപ്പാട് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോവാണ്. നടന്നു പോകുമ്പോണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്നത് കണ്ട്. അപ്പോൾ ഒളിച്ചിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അതെന്തിനാ ഒളിച്ചിരുന്നത് ജൗഹറെ? വെറുതെ വെറുതെ. ഓക്കെ, വെറുതെ. അപ്പണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നിട്ട് ഒരു പാവപ്പെട്ട ഒരു കുടിലേക്ക് കയറി പോകുന്നു. ഒരു കുടില്, ചെറിയൊരു വീട്, അതിലേക്ക് കയറി സലാമൊന്നും പറയാതെ ഡോർ തുറന്നിട്ട് കയറി പോകുന്നത് കണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു സംശയം തോന്നി. എന്തായിരിക്കും സംശയം? എന്തായിരിക്കും സിദ്ര സംശയം? നിങ്ങളൊന്നും തല വർക്ക് ചെയ്യുന്നില്ലേ? ജന്ന, എന്താണ് സംശയം? ആരെ വീട്ടിലേക്കാ കേറി? ആരെ വീട്ടില്? എന്തിന്? എന്താ സലാം പറയാതെ? ശരിക്കും ഒരു വീട്ടിൽ കയറുമ്പോൾ സലാം പറയണം. ഇതൊന്നുമില്ല, ഡോറൊന്നും കയറി പോവാ. ആരായിരിക്കും ഇത്? ഉമറിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് അങ്ങ് നടന്നു പോയി. അവിടെ കയറാനോ അന്വേഷിക്കാനോ നിന്നില്ല. കാരണം അങ്ങനെ അന്വേഷിച്ച് പോകാൻ പാടില്ല എന്ന് ഇസ്ലാമിൽ നിയമമുണ്ട്. ഒരാളെ പറ്റി ജാസൂസ് നടത്താൻ പാടില്ല, ഇങ്ങനെ അന്വേഷിക്കാൻ പാടില്ല. ഉമർ റളിയല്ലാഹു നടന്നു പോയി. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. പിന്നെ ആരാണ് ഖലീഫ? ആരാണ് ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു രാത്രി വേഷം മാറി ഇങ്ങനെ വരുമ്പോൾ ആ കുടിലിന്റെ അടുത്തെത്തി. ആ കുടിലിന്റെ അടുത്തെത്തിയപ്പോൾ ഉമർ റളിയല്ലാഹുവിന് തോന്നി ഒന്ന് കയറി നോക്കാം. അങ്ങനെ ജസ്റ്റ് ആ കുടിലിന്റെ അടുത്തെത്തിയിട്ട് അവിടുന്ന് ഉറക്കെ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഡോറ് മുട്ടിയിട്ട് എന്ത് പറഞ്ഞു? പറ. ആ, അസ്സലാമു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പൊ ഉള്ളുന്ന് ആരാ എന്താ പറഞ്ഞത്? ഉള്ളുന്ന് റിപ്ലൈ എന്താ വന്നത്? സേറ? അലൈക്കും. ഇല്ല, വന്നില്ല, റിപ്ലൈ വന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആസ് എ മുസ്ലിം നമ്മൾ എന്താ ചെയ്യേണ്ടത് ജൗഹറെ? അതിന്റെ ഉള്ളിൽ കയറാണ്ടിരിക്കാൻ. അല്ല, രണ്ടാമത് വീണ്ടും സലാം പറയാം. ഒരു വട്ടം സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ മടക്കിയില്ലേ രണ്ടാമതും സലാം പറയാം. അങ്ങനെ കുറച്ച് ഉച്ചത്തിൽ നല്ല സൗണ്ടിൽ ഡോറ് മുട്ടിയിട്ട് അസ്സലാമു അലൈക്കും, ആരുമില്ല അവിടെ, രണ്ടാമതും ചോദിച്ചു. അപ്പോൾ ഉള്ളുന്ന് റിപ്ലൈ വന്നോ? ഇല്ല. മൂന്നാമത് നല്ല സൗണ്ടിൽ, ഉമറുള്ള നല്ല ഫിസിക്കലി ഫിറ്റാണ്, ബോഡി നല്ല സൗണ്ടിൽ അടിച്ചിട്ട് ചോദിച്ചു, അസ്സലാമു അലൈക്കും, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? നോ. ഡോറാണെ തുറന്നിട്ടാണ്. അപ്പോൾ പിന്നെ ഉമറുള്ളാഹുനും കയറി ഉള്ളോട്ട്. കയറിയപ്പോൾ ഉള്ളിൽ എന്താണ് കാഴ്ച കണ്ടത്? ആരെങ്കിലും ഈ കഥ കേട്ടിട്ടുണ്ടോ? ഉള്ളിൽ എന്താ കണ്ടത് നായിമേ? അറിയില്ല. ജൻഹ, എന്താണ്? ഒരു ഓൾഡ് ലേഡി. ആ, ഒരു പാവപ്പെട്ട പെണ്ണ്, അതും കാഴ്ചയില്ലാത്ത, കേൾവി ശക്തി ഇല്ല, കേൾക്കണില്ല, അതുകൊണ്ടാണ് സലാം പറഞ്ഞൊന്നും കേൾക്കണില്ല. ഒരു പാവപ്പെട്ട വൃദ്ധയായ സ്ത്രീ എന്ത് ചെയ്യണ്? ഇങ്ങനെ കിടക്കണുണ്ട്. ഉടനെ മാഷാ അല്ലാ, എൻ്റെ സുഹൃത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, മുൻ ഖലീഫ ആരായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു കണ്ണ് തുറന്നുപോയ സന്ദർഭമാണത്, അല്ലേ? രാജ്യം ഭരിക്കുന്ന ഖലീഫ തൻ്റെ നാട്ടിലെ പാവപ്പെട്ട ഒരു പെണ്ണിന് എന്ത് ചെയ്യാണ്? ഭക്ഷണം കൊടുക്കാൻ, ഒരു വൃദ്ധയായ സ്ത്രീക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നാണ് എന്ന് മനസ്സിലാക്കിയ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? വേഗം ഫുഡൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിയിട്ട് ചപ്പാത്തിയൊക്കെ ഇങ്ങനെ മുറിച്ചിട്ട് ആ പാവപ്പെട്ട, ചെറുത പീസാക്കില്ലേ? എന്തിനാ ചെറിയ പീസാക്കുന്നത്? അവർക്ക് പല്ലിൽ. ആ, പല്ലുണ്ടാവില്ല, അപ്പോൾ ചെറിയ പീസാക്കിയിട്ട് വായിൽ വെച്ച് കൊടുത്തു. അപ്പോൾ അത് വായിലടെത്തിയപ്പോൾ തന്നെ വൃദ്ധക്ക് മനസ്സിലായി. വൃദ്ധ ഉടനെ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എന്നെ സഹായിക്കാൻ വന്ന ആള് ഇപ്പം ഇല്ല, മരണപ്പെട്ടു പോയല്ലേ എന്ന്. എങ്ങനെ മനസ്സിലായി? അപ്പോൾ സാധാരണ അബൂബക്കർ റളിയല്ലാഹു അൻഹു വായിലിട്ടിട്ട് ഒന്നുകൂടെ ചവച്ചരച്ച് ചെറിയ പീസാക്കിയിട്ടാണ് വെച്ച് കൊടുക്കൽ, നന്നായിട്ട് ചെറിയ പീസാക്കിയിട്ട്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ആ പീസ് വലിയ പീസായപ്പോൾ തന്നെ മനസ്സിലായി എന്നാണ് പറയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഉമർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന് പിന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഇതാരാ വന്നിരുന്നതെന്ന്? മുൻ ഖലീഫയാണ്, ഞാനും ഖലീഫയാണെന്നൊന്നും പറയാനില്ല. അവിടെ ആ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഗതിയില്ലാത്ത അവരെയാണ് മിസ്കീൻ എന്ന് പറയുക. ഫക്കീറുമാണ്, മിസ്കീനുമാണ്. യാതൊരു വിധത്തിൽ അവർക്ക് ലൈഫിൽ ഹോപ്പില്ലാത്ത ആളുകളാണ് ഇവർ. ഓക്കെ, ഇനി മിസ്കീന് മിസ്കീനല്ല, യത്തീമായ കുട്ടികളെ പിന്നെ കെയർ ചെയ്യൽ ഇസ്ലാമിൽ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. യത്തീമിനെ കണ്ടവർ കൈപ്പൊക്ക്.
യത്തീമിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ, നീ എവിടുന്ന കണ്ട അബ്ദുല്ലഹദെ? ഞങ്ങളുടെ അടുത്ത പത്തിരിപ്പാലയിലുണ്ട്. ഉണ്ടോ ഒരു യത്തീം? അത് ഉമ്മ ഇപ്പം ഇല്ലാത്ത എന്താ ഇപ്പല്ല ഉമ്മണ്ട്. ഉമ്മ ഉണ്ട്. ഓക്കെ, നീ സിദർ എവിടുന്ന കണ്ടത്? എന്റെ ഫ്രണ്ടിന്റെ ഉപ്പ ഇന്നലെ മരിച്ചു. ആ, ഉപ്പ മരിച്ചു. ഐസ എവിടുന്ന കണ്ടത്? എന്റെ ഉമ്മന്റെ ഏട്ടത്തിന്റെ വീട്ടില്. നബി യത്തീമാണെന്ന് എനിക്കറിയോ? ആ, നബിക്ക് ഉമ്മ ഉണ്ടായിരുന്നില്ല, ഉപ്പ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഒറിജിനൽ യത്തീമുണ്ട്. ഒറിജിനൽ യത്തീം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഉമ്മ ഉണ്ടാവില്ല, ചിലപ്പോൾ ഉപ്പ ഉണ്ടാവില്ല, അല്ലെ ഉമ്മ ഇപ്പ ഇല്ലാതെ ആരാരുമില്ലാത്ത മനുഷ്യന്മാരുണ്ട്. അറിയോ? ആരുമില്ല അവരെ കെയർ ചെയ്യാൻ, അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. അവരാണ് ഒറിജിനൽ യത്തീം. ഓക്കെ, ആ ഒറിജിനൽ യത്തീം അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള യത്തീമിനെ ആരെയും കണ്ടിട്ടുണ്ടോ? വഴിയിലൊക്കെ കാണാറുണ്ട്. അത് ബെഗേഴ്സ് അല്ലേ? അതേപോലെ തന്നെ അവർ ബെഗേഴ്സ് അല്ലേ? അവർ എങ്ങനെ യത്തീമെന്ന് പറയാ? അവർ ഫക്കീർ, മിസ്കീൻ എന്നൊക്കെ പറയാം. അതല്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരുമില്ല? ആരും കണ്ടിട്ടില്ല? ഹസന് കണ്ടിട്ടുണ്ടോ? എവിടുന്ന്? യത്തീംഖാനിൽ യത്തീമില്ലടാ. ആരും നിന്നോട് യത്തീംഖാനിൽ യത്തീമുണ്ട് എന്ന് പറഞ്ഞേ? ആ ഒരു കുട്ടി എന്റെ മുമ്പ് കൂടി ആയിരുന്നു വന്നിട്ടുണ്ട്. യത്തീംഖാനയിൽ യത്തീമില്ല കേട്ടോ. നിങ്ങൾ വേണേൽ ശരിക്കും ഒന്ന് പോയിട്ട് ഇനി യത്തീംഖാനയിൽ പോകുമ്പോൾ ഒന്ന് അന്വേഷിച്ച് നോക്ക്. ഇവിടെ യത്തീം ശരിക്കും ആരെങ്കിലും ഉണ്ടോ സാറേ എന്ന് അവിടുത്തെ മാനേജറോട് ചോദിച്ചു നോക്കേണ്ടി. അവർ പറയും ഇല്ല എന്ന്. അവിടെ ഉള്ളൊക്കെ അഗതികൾ, ഫക്കീറായിട്ടുള്ളവർ, ഇൻ കേസ് ഉണ്ടേ തന്നെ ഒന്നെങ്കിൽ ഉമ്മ മരിച്ചവർ അല്ലെങ്കിൽ ഉപ്പ മരിച്ചവർ, അവർക്കൊക്കെ ബന്ധുക്കളും സുഹൃത്തുക്കളും അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ ഉള്ളവരാണ് യത്തീംഖാനകളിൽ ഉണ്ടാവുക. ഓക്കെ, ഒറിജിനൽ യത്തീമിനെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കൈപോക്ക്. ഉണ്ടോ? ഓക്കെ, നിങ്ങൾ എല്ലാവരും ഏത് ജില്ലയിലാണ്? നിങ്ങളുടെ ജില്ലയിലുള്ള അങ്ങനെയുള്ള സെൻറ്ററുകളുടെ ലിസ്റ്റ് ഞാൻ അയച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് നാട്ടിൽ വരുമ്പോൾ. ചൈനയിലുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ സീവ. ചൈനയിലുണ്ടാവും കേട്ടോ. കേരളത്തിൽ നിങ്ങൾ വരുമ്പോൾ പറഞ്ഞോ. നിങ്ങൾ ചൈനയിൽ നിന്ന് കേരളത്തിൽ എത്തൂലേ? അപ്പോൾ നിങ്ങൾ പറഞ്ഞോ, നമുക്ക് ഞാൻ ഏർപ്പാട് ചെയ്തു തരാം. നിങ്ങൾ അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട്, ആ സ്ഥാപനത്തിൽ പോയിട്ട് കാണാം. കുറേ കുട്ടികൾ, മലപ്പുറത്തൊരു 32 ഉണ്ട്, 32 കുട്ടികളുണ്ട്. ചെറിയ തൊട്ടിലുള്ള കുട്ടികളൊക്കെ ഉണ്ട്, കുഞ്ഞു മക്കളൊക്കെ. ആരുമില്ല, ആരുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുന്ന് കുട്ടീനെ കിട്ടും ചെയ്യും. നിങ്ങൾക്ക് എടുത്ത് കൊണ്ടുപോവാം. ഓക്കെ, നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് വേണോ? കുട്ടീനെ വേണ്ടവരൊക്കെ കൈപോക്ക്. ബോയ് വേണോ ഗേൾ വേണോ? ജവഹറിന് വേണം. വേണോ? ഫസ്റ്റ് ഈ കുട്ടികളെ കൊണ്ടുപോകാൻ പൈസ കൊടുക്കണം. പൈസ ഒന്നും വേണ്ടടാ. പട്ടിക്കുട്ടീനെ വാങ്ങാൻ 25 ലാക്ക് ആണെങ്കിൽ ഇവിടെ നിങ്ങൾ ഒരു പൈസയും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് തരും അവിടുന്ന്. ഫ്രീ ആയിട്ട് വേണോ? ജവഹറിന് വേണോ? എന്നെ നോക്കാൻ കഴിയുന്നില്ല. പേരൻസ് പറഞ്ഞ നീയും ചെയ്യാൻ തല്ലുവിടുന്ന എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അടുത്ത ഒന്നിനും കൂടെ പേരൻസ് സമ്മതിക്കൂല കേട്ടോ. ഹസൻ, നീ വീട്ടിൽ കൊണ്ടുപോയി പോറ്റുവോ? പോറ്റന്നെ ഭക്ഷണം കൊടുക്കണം. മറ്റേ ഫിഷിനെ വാങ്ങി തിന്നാൻ കൊടുക്കാതെ പട്ടിണി കൊല്ലുന്ന പോലെ മനുഷ്യനെ കൊല്ലാൻ പറ്റില്ല. തിന്നാൻ കൊടുക്കണം. നീ തിന്നാൻ കൊടുക്കോ? നിന്റെ ഫുഡ് പകുതി ഷെയർ ചെയ്യേണ്ടി വരും. എനിക്കൊരു ചോക്ലേറ്റ് കിട്ടിയ പകുതി ആ കുട്ടിക്ക് കൊടുക്കണം. പറ്റുമോ? എന്നാ എൻ്റെ ഉമ്മാനോട് ഉപ്പാനോട് ചോദിച്ചിട്ട് പറയും, ഞാൻ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അതിന് നിയമപരമായിട്ടുള്ള കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. ആ കുട്ടിക്ക് സ്വത്ത് കൊടുക്കണം, നിങ്ങളുടെ വീടിൻ്റെ സ്വത്ത് കൊടുക്കണം. പിന്നെ അതുപോലെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. ഓക്കെ, അവിടെ പോയി എഴുതി ഒപ്പിട്ട് കൊടുക്കണം. ഉമ്മയും ഉപ്പയും കൂടെ പോയിട്ട് ഉമ്മയും ഉപ്പയും സമ്മതിക്കണം. ഓക്കെ, എന്നാൽ സത്യം പറയാ ഒരാളും സമ്മതിക്കൂല കേട്ടോ. ഒരാളും അങ്ങനെയുള്ള യത്തീമിനെ ഏറ്റെടുക്കൽ സമ്മതിക്കൂല. ഞാൻ എൻ്റെ ഖുറാൻ ക്ലാസ് ഉണ്ടായിരുന്നു. ഖുറാൻ ക്ലാസ് യൂട്യൂബിൽ അത് ഏകദേശം 1.5 ലക്ഷം ആൾക്കാർ ഇപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ ചോദിച്ചിട്ടുണ്ട്, ആരെങ്കിലും തയ്യാറാവോ? ഇപ്പോൾ ഒരാളിപ്പോൾ റെഡിയായി. കാസർഗോഡുള്ള ഒരാൾ റെഡി ആയിട്ട് എന്നെ വിളിച്ചു. ഞാൻ അവർക്ക് നമ്പറൊക്കെ കൊടുത്ത് അവർ കുട്ടീനെ എടുക്കാൻ വേണ്ടി പോകണം. ഒരു കുട്ടീനെ അവരെടുക്കും എന്തായാലും. ഓക്കെ, അങ്ങനെയുള്ള എത്രയോ കുട്ടികളുണ്ട്, കോടിക്കണക്കിന് കുട്ടികളുണ്ട് ഇന്ത്യയിൽ തന്നെ. ഓക്കെ,
ഓക്കെ, അതൊക്കെ ലീഗലി നിയമപ്രകാരം സർക്കാരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, അങ്ങനെയുള്ള കുട്ടികളെ കിട്ടും. നിങ്ങൾക്ക് എത്ര വേണേലും എടുക്കുക, വേണേ ഒരു 10 കുട്ടികളൊക്കെ വേണേലും എടുക്കുക. പക്ഷെ അവരുടെ ഫുൾ എക്സ്പെൻസ് നിങ്ങൾ എടുക്കണം. ഫുഡ് കൊടുക്കണം, സ്കൂളിൽ ചേർക്കണം, യൂണിഫോം, ബുക്ക്, ഏറ്റവും അവർക്ക് കിടക്കാൻ സ്ഥലം കൊടുക്കണം, വീടിൻ്റെ സ്വത്ത് പാർട്ടീഷൻ ചെയ്ത് കൊടുക്കും വേണ്ടി വരും ഫ്യൂച്ചറിൽ. അതൊക്കെ റെഡി ആണെങ്കിൽ എടുക്കാം. പക്ഷെ ആരും തയ്യാറാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വലിയ പുണ്യമുള്ള കാര്യമാണ് ഇസ്ലാമിൽ, പക്ഷെ ആരും തയ്യാറാവില്ല അല്ലേ? ഓക്കെ, നീ എത്തീമാണെന്ന് ഐസ, നീ എത്തീമാണെന്ന് പറയാൻ പറ്റൂല കേട്ടോ. ഉപ്പ എത്തീമാണ്. ഉപ്പ ഇല്ല എന്നുള്ളതുകൊണ്ട് മാത്രമായില്ല കേട്ടോ. ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരണം കേട്ടോ. എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ, ഫിനാൻഷ്യലി ഒക്കെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാവണം. അങ്ങനെയുള്ള എത്ര പേരുണ്ട് അല്ലേ? ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെയാണോ നീ? ഞാൻ പറഞ്ഞ പോലെയുള്ള കുട്ടിയല്ലല്ലോ, അല്ല. അപ്പോൾ അള്ളാഹു തന്ന നിയാമത്തിലാണ്. ഇനി ചിലർക്ക് ഉപ്പ ഉണ്ടാവും, പക്ഷേ ഡിവോഴ്സ് ആയിരിക്കും, സെപ്പറേറ്റഡ് ആയിരിക്കും. ഉമ്മ വേറെ പോയിണ്ടാവും, ഉപ്പ വേറെ പോയിണ്ടാവും, അതും ഉണ്ടാവും. അപ്പോൾ അവർ എത്തീമല്ലേ, അവർക്ക് ഉപ്പ ഇല്ലാതാവുകയാണ് അല്ലേ? ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് ലെറ്റ്സ് കണ്ടിന്യൂ. നാളെ ബാക്കി പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാം തന്നു, മാതാപിതാക്കൾ, വീട്, ഭക്ഷണം എല്ലാം തന്നു. അള്ളാഹുവേ അൽഹംദുലില്ലാ പറഞ്ഞേ, അൽഹംദുലില്ലാ. اللهم رب ارحمهما كما ربياني صغيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا تقبل منا يا رب العالمين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. السلام عليكم ورحمة الله.